Okay, so first of all, എല്ലാവർക്കും congratulations and thank you. നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന ഈ ഒരു ചാനൽ 400K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന ഈ ഒരു ഫാമിലിയിൽ ഇപ്പം 4 ലക്ഷത്തിലധികം ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. സോ വൺസ് അഗെയിൻ താങ്ക് യു ആൻഡ് കോൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ ടോപ്പിക്ക് ഒരു ഹോട്ട് കമ്പാരിസൺ ആണ്. എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ കത്തി നിൽക്കുന്ന 2 പ്രോസസ്സേഴ്സാണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ആൻഡ് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 5G ചിപ്സെറ്റ്. സോ നമുക്ക് നോക്കാം ഈ 2 ചിപ്സെറ്റുകളിൽ ഏതാണ് കൂടുതൽ പവർഫുൾ ചിപ്സെറ്റ്, ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ 2 ചിപ്സെറ്റിലും കിട്ടുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അയണത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് നമുക്ക് ഈ 2 ചിപ്സെറ്റുകളുടെ ലോഞ്ച് ഡേറ്റ് നോക്കാം. സോ ലോഞ്ച് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2 ചിപ്സെറ്റുകളും ഏകദേശം ഒരേ ടൈം പീരീഡിൽ ലോഞ്ച് ആയ ചിപ്സെറ്റ്സ് ആണ്. അതായത് ജാനുവരി 2021 ഈ വർഷം തുടക്കത്തിലാണ് ഈ 2 ചിപ്സെറ്റുകളും ലോഞ്ച് ആയത്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് ഡിഫറൻസ് ഒന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് CPU കമ്പയർ ചെയ്ത് നോക്കാം. ഈ 2 ചിപ്സെറ്റുകളും 64-bit ഒക്ടാ കോർ ചിപ്സെറ്റ്സ് ആണ്. രണ്ടിലും ട്രൈ ക്ലസ്റ്റർ ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. എന്ന് പറയുകയാണെങ്കിൽ 3 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ക്ലസ്റ്ററിൽ ഒരു പ്രൈം കോർ ആണ് വെച്ചിരിക്കുന്നത്, സെക്കൻഡ് ക്ലസ്റ്ററിൽ 3 പെർഫോമൻസ് കോറുകൾ, എന്നിട്ട് തേർഡ് ക്ലസ്റ്ററിൽ 4 എഫിഷ്യൻസി കോർസ് ആണ് വെച്ചിരിക്കുന്നത്. സോ 1+3+4 ആർക്കിടെക്ചർ ആണ് വന്നിരിക്കുന്നത്. ആർക്കിടെക്ചർ സെയിം ആണെങ്കിലും കോർസിൽ വ്യത്യാസമുണ്ട്. സോ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870യുടെ പ്രൈം കോർ ആണ് കോർട്ടെക്സ് A77 ക്രയോ 585 ഗോൾഡ്. സോ ക്രയോ 585 എന്ന് പറയുമ്പോൾ ARM എന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് കോർട്ടെക്സ് A77 വാങ്ങിയിട്ട് അതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ക്വാൾകോം വരുത്താറുണ്ട്. എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നവർ. അവർ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാറില്ല. അവരതിൽ ചില മോഡിഫിക്കേഷനും ചില ട്വീക്കിംഗ് ഒക്കെ നടത്തിയിട്ടാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ ക്രയോ 585 ഗോൾഡ് എന്ന് വരുന്നത്. അതേ രീതിയിൽ പെർഫോമൻസ് കോർസ് ആണ് കോർട്ടെക്സിൻ്റെ A77 ക്രയോ 585 ഗോൾഡ്. എഫിഷ്യൻസി കോർസ് ആണ് കോർട്ടെക്സിൻ്റെ A55 ക്രയോ 585 സിൽവർ. മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 ചിപ്സെറ്റിൻ്റെ കോർസ് നോക്കുകയാണെങ്കിൽ പ്രൈം കോറിലുള്ളതാണ് കോർട്ടെക്സ് A78, പെർഫോമൻസ് കോർസ് കോർട്ടെക്സ് A78 ആണ്, പ്ലസ് എഫിഷ്യൻസി കോർസ് കോർട്ടെക്സ് A55 ആണ്. സോ തീർച്ചയായിട്ടും കുറച്ചും കൂടി ലേറ്റസ്റ്റ് കോർസ് ഉള്ളത് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 ചിപ്സെറ്റിലാണ്. പക്ഷേ അവിടെ ലേശം പഴയതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലാസ്റ്റ് വെർഷൻ ചിപ്സെറ്റ് ഉണ്ടായിട്ടും കുറച്ചും കൂടി പവർഫുൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈക്വൽ പവർ കാണും ഈ 2 ചിപ്സെറ്റിലും. കാരണം ആ ഒരു ക്വാൾകോം വരുത്തുന്ന മോഡിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല പവറും നല്ല എഫിഷ്യൻസി നല്ല സ്റ്റെബിലിറ്റി കിട്ടാറുണ്ട് കോർസിൽ. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870യിലുള്ള പ്രൈം കോർ ഉണ്ടല്ലോ കോർട്ടെക്സ് A77, അതിൻ്റെ സ്പീഡാണ് 3.2 GHz. സോ അതാണ് ബേസിക്കലി ടോപ്പ് ക്ലോക്ക് സ്പീഡ്. പെർഫോമൻസ് കോർസിൻ്റെ സ്പീഡാണ് 3 × 2.4 GHz. സോ 3 പെർഫോമൻസ് കോർസിൻ്റെ സ്പീഡാണ് 2.4 GHz. പിന്നെ എഫിഷ്യൻസി കോറിൻ്റെ സ്പീഡാണ് 1.8 GHz. അതേ സമയത്ത് ഡയമൻസിറ്റി 1200 നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈം കോർ അതായത് കോർട്ടെക്സ് A78ൻ്റെ സ്പീഡാണ് 3.0 GHz. 3 പെർഫോമൻസ് കോർസിൻ്റെ സ്പീഡാണ് 2.6 GHz പ്ലസ് എഫിഷ്യൻസി കോർസിൻ്റെ സ്പീഡാണ് 2.0 GHz. സോ നമ്മൾ പ്രൈം മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം സോ പെർഫോമൻസ് നോക്കിയാലും എഫിഷ്യൻസി നോക്കിയാലും ഹയർ സ്പീഡുള്ളത് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 ചിപ്സെറ്റിലാണ്. ഈ 2 ചിപ്സെറ്റിൻ്റെയും ഗീക്ക് ബെഞ്ച് സ്കോർസ് നോക്കുകയാണെങ്കിൽ 870ൻ്റെ സിംഗിൾ കോർ സ്കോറാണ് 998, മൾട്ടി കോർ സ്കോറാണ് 3345, ഡയമൻസിറ്റി 1200ൻ്റെ സിംഗിൾ കോർ സ്കോറാണ് 972, മൾട്ടി കോർ സ്കോറാണ് 3371. സോ സ്കോർസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഓൾമോസ്റ്റ് സെയിം ആണ്. അവിടെ ചെറിയ ഇവിടെ വ്യത്യാസങ്ങൾ വരും. അത് പിന്നെ നമ്മൾ മാറി ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം പവറാണ് ഈ രണ്ടിലുള്ളത്. ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ വ്യത്യാസമുണ്ട്. മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 6 നാനോമീറ്റർ ഫിൻഫെറ്റ് ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയതാണ്. അതേ സമയത്ത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 870 7 നാനോമീറ്റർ ഫിൻഫെറ്റ് ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയതാണ്. സോ കുറച്ചും കൂടി പവർ എഫിഷ്യൻറ്റ് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 ചിപ്സെറ്റ് ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 870യിലുള്ള GPU ആണ്, അതായത് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് Adreno 650. അതായത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865ലുള്ള എക്സാക്ട്ലി സെയിം GPU ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 865 എന്ന് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാൾകോം ചിപ്സെറ്റ്സ് ആണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865. നല്ല പവർഫുൾ നല്ല സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ്. ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ 870 ഇസ് അനദർ വെർഷൻ ഓഫ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865. സോ 865ൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് 870 കൊണ്ട് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് ഇതിന് കിട്ടുന്നുണ്ട്. Adreno 650 നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. നോർമലി ക്വാൾകോമിൻ്റെ GPU നമ്മൾ
നമ്മൾ മീഡിയ ടെക്കിൻ്റെ ജി പി യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാൾകോമിൻ്റെ ജി പി യു ആയിരിക്കും സുപ്പീരിയർ. ഇവിടെ അങ്ങനെ തന്നെയാണ്. സോ ഡയമൻസിറ്റി 1200 വരുന്ന ജി പി യു ആണ് മാലി G77 MC9. നമ്മൾ ടെക് സെഞ്ചൂറിയൻ സ്കോർസ് നോക്കുകയാണെങ്കിൽ എഡ്രീനോ 650ൻ്റെ ടെക് സെഞ്ചൂറിയൻ സ്കോറാണ് 122. അതേ സമയത്ത് മാലി G77 MC9ൻ്റെ ടെക് സെഞ്ചൂറിയൻ സ്കോറാണ് 112.2. സോ തീർച്ചയായിട്ടും എഡ്രീനോ 650 ആണ് കുറച്ചും കൂടി പവർഫുൾ ജി പി യു, കുറച്ചും കൂടി സ്റ്റേബിൾ ജി പി യു എഡ്രീനോ 650 ആണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ സപ്പോർട്ട് കമ്പയർ ചെയ്ത് നോക്കാം. എന്ന് പറയുകയാണെങ്കിൽ ഏത് ചിപ്സെറ്റിലുള്ള ഫോൺസിലാണ് ഏറ്റവും നല്ല റെസൊല്യൂഷനുള്ള ഏറ്റവും പവർഫുൾ ഡിസ്പ്ലേസ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയുക. സോ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ഉള്ള ഫോൺസിൽ നമുക്ക് മാക്സിമം 4K at 60 Hz മാക്സിമം 4K ഡിസ്പ്ലേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 2K at 144 Hz, ഡയമൻസിറ്റി 1200 മാക്സിമം ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ 4K ആൻഡ് 2K ഡിസ്പ്ലേസ് സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ 168 Hzൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ റെസൊല്യൂഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കൂടുതൽ പവർഫുൾ 870 ആണ്. ഈ രണ്ട് ചിപ്സെറ്റും HDR10 ആൻഡ് HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഇഷ്യൂ ഒന്നുമില്ല. റാം സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇതിലും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ആണ് കുറച്ചും കൂടി പവർഫുൾ. കാരണം ഇതിൽ LPDDR5 റാമിൻ്റെ സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് ഡയമൻസിറ്റി 1200 ചിപ്സെറ്റിൽ മിസ്സിംഗ് ആണ്. അതെനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയായിരുന്നു. കാരണം എപ്പോഴും മീഡിയ ടെക് ഇതിനെ ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ ഫ്ലാഗ്ഷിപ്പ് റാം സപ്പോർട്ട് ഇതിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കുറേ ഫോൺസ്, സോ 30,000, 35,000, ഈവൻ 40,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസിൽ, അതായത് മീഡിയ ടെക് ഡയമൻസിറ്റി 1200 ഉള്ള ഫോൺസിൽ LPDDR4X റാം ആണ് കിട്ടുന്നത്. സോ LPDDR5 റാമിൽ കൂടുതൽ സ്പീഡ് കിട്ടുന്നുണ്ട്, കൂടുതൽ റീഡ് റൈറ്റ് സ്പീഡ് ഉണ്ട് അതിന്. സോ തീർച്ചയായിട്ടും അത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബാക്കി സ്പീഡ്സ് നോക്കുകയാണെങ്കിൽ 870ൽ മാക്സിമം 275 MHz സ്പീഡ് ഉണ്ട്. കാരണം അത് LPDDR5 റാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ 2133 MHz ആണ് റാം സ്പീഡ്, മാക്സിമം റാം സ്പീഡ്. രണ്ട് ചിപ്സെറ്റും മാക്സിമം 16 GB വരെ റാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ സ്റ്റോറേജ് സപ്പോർട്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ചിപ്സെറ്റും ഈക്വലി പവർഫുൾ ആണ്. ഈ രണ്ട് ചിപ്സെറ്റും UFS 3.1, UFS 2.1 പിന്നെ eMMC 5.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ISP അല്ലെങ്കിൽ ഇമേജ് സിഗ്നൽ പ്രൊസസ്സർ കമ്പയർ ചെയ്ത് നോക്കാം. ISP ബേസിക്കലി നമ്മുടെ ക്യാമറ പെർഫോമൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ 870ലുള്ള ISP ആണ് ക്വാൾകോമിൻ്റെ സ്പെക്ട്ര 480. അതേ സമയത്ത് നമ്മുടെ മീഡിയ ടെക് ഡയമൻസിറ്റി 1200ലുള്ളത് ഇൻറ്റീഗ്രേറ്റഡ് ISP ആണ്. രണ്ടിലും മാക്സിമം 200 MP ഫോട്ടോസ് എടുക്കാനുള്ള പവർ ഉണ്ട്. സോ ദാറ്റ്സ് ഓക്കെ. സിംഗിൾ ക്യാമറ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 64 MP സിംഗിൾ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിത്ത് 0 ഷട്ടർ ലാഗ് ആൻഡ് മൾട്ടി ഫങ്ഷൻ നോയ്സ് റിഡക്ഷൻ. അതേ സമയത്ത് ഡയമൻസിറ്റി 1200ൻ്റെ ആ ഒരു സിംഗിൾ ക്യാമറ സപ്പോർട്ടിനെ കുറിച്ച് മീഡിയ ടെക് ഒന്നും പറഞ്ഞിട്ടില്ല. 32 MP ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ആ പോയിന്റ് ഓഫ് വ്യൂ കുറച്ചുകൂടി സ്ട്രോങ്ങർ 870 ആണ്. ഡ്യുവൽ ക്യാമറ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 870ൽ 25 MP പ്ലസ് 25 MP ഡ്യുവൽ ക്യാമറ സപ്പോർട്ട് ഉണ്ട് വിത്ത് 0 ഷട്ടർ ലാഗ് ആൻഡ് MFNR. അതേ സമയത്ത് മീഡിയ ടെക് ഡയമൻസിറ്റി 1200 32 MP പ്ലസ് 16 MP ഡ്യുവൽ ക്യാമറ സപ്പോർട്ട് കൊണ്ടാണ് വരുന്നത് വിത്ത് ZSL ആൻഡ് MFNR. വീഡിയോ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ, അതായത് വീഡിയോഗ്രാഫി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870ലുള്ള ISP മാക്സിമം 8K at 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബ്രാൻഡുകൾക്ക് വേണമെങ്കിൽ അവരുടെ ഫോണിൽ 8K at 30 FPS ഇടാൻ പറ്റും. 870 ഉള്ള ഫോൺസിൽ 8K at 30 FPS വീഡിയോ ഓപ്ഷൻ ഇടാൻ കഴിയും. അത് കഴിഞ്ഞ് 4K at 120 FPS. സോ സ്ലോ മോഷൻ 4K എടുക്കാനുള്ള പവർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 എന്ന ഈ ചിപ്സെറ്റിലുണ്ട്. പിന്നെ 720p at 960 FPS, അതായത് സൂപ്പർ സ്ലോ മോഷൻ വീഡിയോസ്, അതിനോടൊപ്പം തന്നെ ഡോൾബി വിഷൻ, 10-bit ക്യാപ്ചർ എല്ലാം വരുന്നുണ്ട്. ഡയമൻസിറ്റി 1200ൻ്റെ വീഡിയോഗ്രാഫി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ മാക്സിമം 4K at 60 FPS എടുക്കാനുള്ള ഫീച്ചർ ഉണ്ട്. സോ ഇതിൽ 8K വരുന്നില്ല, 4K മാത്രമേ വരുന്നുള്ളൂ. 4K at 60 FPS, 1080p at 120 FPS. സോ 870ൽ 4K at 120 FPS എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ 1080p at 120 FPS ആണ്. സൂപ്പർ സ്ലോ മോഷൻ്റെ ഫീച്ചർ ഇവിടെ വരുന്നില്ല. സോ ആ 720p at 960 FPSൻ്റെ ഫീച്ചർ മീഡിയ ടെക് ഡയമൻസിറ്റി 1200ൽ വരുന്നില്ല. സോ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 കുറച്ചുകൂടി പവർഫുൾ ആണ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് കണക്ടിവിറ്റി. നമുക്ക് നോക്കാം ഏതാണ് കൂടുതൽ പവർഫുൾ. സ്നാപ്ഡ്രാഗൺ 870ലുള്ള മോഡമാണ് ക്വാൾകോമിൻ്റെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ X55 5G മോഡം. നല്ല പവർഫുൾ മോഡമാണ്. സ്റ്റാൻഡ് അലോൺ, നോൺ സ്റ്റാൻഡ് അലോൺ, സബ് 6 GHz, millimeter wave എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം ഡൗൺലോഡ് സ്പീഡാണ് 7.5 Gbps, മാക്സിമം അപ്ലോഡ് സ്പീഡാണ് 3 Gbps. Wi-Fi 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.2ൻ്റെ സപ്പോർട്ട് ഉണ്ട്. ഡ്യുവൽ വോൾട്ടി 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോയിസ് ഓവർ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC സപ്പോർട്ട് ഉണ്ട്. പിന്നെ GPS, GLONASS,
പ്ലസ് നാവിക്കിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ ദാറ്റ്സ് റിയലി ഗുഡ്. അതേ സമയത്ത് മീഡിയാടെക് ഡയമൻസിറ്റി 1200 മോഡമാണ് ഇൻറ്റീഗ്രേറ്റഡ് 5G ഡ്യുവൽ മോഡം. ഇതും സ്റ്റാൻഡ് അലോൺ, നോൺ സ്റ്റാൻഡ് അലോൺ, സബ് 6 mm എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡൗൺലോഡ് സ്പീഡ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ലോവർ ഡൗൺലോഡ് സ്പീഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള മാക്സിമം ഡൗൺലോഡ് സ്പീഡാണ് 4.7 Gbps, മാക്സിമം അപ്ലോഡ് സ്പീഡാണ് 2.5 Gbps. വൈഫൈ 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.2ൻ്റെ സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ വോൾട്ടി 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഫൈൻ്റെ ഫീച്ചർ NFC പ്ലസ് GPS, GLONASS, നാവിക്കിൻ്റെ ഫീച്ചർ എല്ലാം ഇവിടെയും വരുന്നുണ്ട്. സോ ഡൗൺലോഡ് സ്പീഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ Qualcomm Snapdragon 870 ചിപ്സെറ്റ് ആണ്. ഈ രണ്ട് ചിപ്സെറ്റുകളുടെ AnTuTu സ്കോർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആണ് വരുന്നത്. Qualcomm Snapdragon 870 ഉള്ള iQ7ൻ്റെ മാക്സിമം AnTuTu സ്കോറാണ് ജസ്റ്റ് എബവ് 7 lakh. Dimensity 1200 ഉള്ള Realme X7 Maxൻ്റെ മാക്സിമം AnTuTu സ്കോറാണ് 6.8 lakh. 20,000 ഒരു വ്യത്യാസമാണ് വരുന്നത്. പിന്നെ ഈ AnTuTu സ്കോർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എന്ന് പറയുകയാണെങ്കിൽ ഒരേ ചിപ്സെറ്റ് ഉള്ള രണ്ട് ഫോൺസ് എടുക്കുകയാണെങ്കിൽ ചിലപ്പം നല്ല വ്യത്യസ്തമായ AnTuTu സ്കോർസ് കിട്ടും. കാരണം എല്ലാ കമ്പനികൾ അവരുടെ ആവശ്യം അനുസരിച്ചാണ് ഓപ്റ്റിമൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ചാർജിങ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 870 ക്വാൾകോമിൻ്റെ തന്നെ ക്വിക്ക് ചാർജ് 4+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് Dimensity 1200 നോർമൽ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഒരു ഓവറോൾ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്വാൾകോമിൻ്റെ Snapdragon 870 മച്ച് പവർഫുൾ ചിപ്സെറ്റ് ആണ്. പവർഫുൾ ചിപ്സെറ്റ് ആയതുകൊണ്ട് അതെല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫോൺസിലും വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ 8K റെസൊല്യൂഷൻ ഉള്ള ക്യാമറ അല്ലെങ്കിൽ 8K വീഡിയോഗ്രാഫി നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഏത് ഫോണിലാണുള്ളത് 8K? അതായത് 870 ചിപ്സെറ്റ് ഉള്ള ഏത് ഫോണിലാണ് 8K ഉള്ളത്? അങ്ങനെ അവർ കൊടുക്കാറില്ല. കാരണം ബ്രാൻഡുകൾ 8K വീഡിയോഗ്രാഫി എല്ലാം ടോപ്പ് മോഡൽസിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. 870 വരുന്നത് 30,000, 40,000, 45,000 ആ പ്രൈസ് റേഞ്ചിലാണ് 870 വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും 8K വീഡിയോഗ്രാഫി വരാൻ പോകുന്നില്ല. അതേ രീതിയിൽ Qualcomm Snapdragon 870 4K ഡിസ്പ്ലേ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായാലും 4K ഡിസ്പ്ലേ 2K പോലും വരാൻ പോകുന്നില്ല. ഫുൾ HD+ റെസൊല്യൂഷൻ ആയിരിക്കും വരുന്നത്. സോ ആ ഒരു വ്യത്യാസം ഉണ്ട്. സോ ഒരുപാട് പവർ ഉണ്ട്. സോ നമ്മൾ പവർ വൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 870 കൂടുതൽ പവർഫുൾ ആണ്. പക്ഷേ ഡെയിലി യൂസ് നോക്കുകയാണെങ്കിൽ മീഡിയാടെക് Dimensity 1200 ചിപ്സെറ്റിലും ധാരാളം എല്ലാം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമ്മൾ നോർമൽ ഡേ ടു ഡേ ബേസിസിൽ യൂസ് ചെയ്യുന്ന, അതായത് ഫോൺ ബ്രാൻഡുകൾക്ക് ആവശ്യമില്ലാത്ത ഹൈ പൊട്ടൻഷ്യൽ ഹൈ പവർഫുൾ ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും ബ്രാൻഡുകൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം മീഡിയാടെക് Dimensity 1200ലും വരുന്നുണ്ട്. പക്ഷേ ഒരു പോയിന്റിൽ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് LPDDR5ൻ്റെ സപ്പോർട്ട് ഇല്ലാത്തത്. സോ LPDDR5ൻ്റെ സപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു. ചിലപ്പം നെക്സ്റ്റ് വരാൻ പോകുന്ന Dimensity 1300 ചിപ്സെറ്റിൽ അത് വരാൻ സാധ്യതയുണ്ട്, നമുക്കറിയില്ല. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും Qualcomm Snapdragon 870 മച്ച് പവർഫുൾ ചിപ്സെറ്റ് ആണ്. ഈവൻ ഗെയിമിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും 870 കുറച്ചും കൂടി പവർഫുൾ ചിപ്സെറ്റ് ആണ്. കാരണം കുറച്ചും കൂടി പവർഫുൾ GPU ഉള്ളത് 870ലാണ്. ഓക്കെ, സോ ഇതായിരുന്നു Qualcomm Snapdragon 870 വേഴ്സസ് മീഡിയാടെക് Dimensity 1200 5G ചിപ്സെറ്റിൻ്റെ ഡീറ്റെയിൽഡ് കമ്പാരിസൺ. ഇതുപോലത്തെ ഇനിയും കമ്പാരിസൺസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവർ. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. Goodbye.